ഇഷ്ടം മാത്രം ഭാഗം 15. കയ്യിൽ ആവി പറക്കുന്ന ചായയുമായി പല്ലവി കോണിപ്പടികൾ കയറി മുകളിലേക്ക് പോയി. ഇപ്പോൾ മഹിക്ക് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കൂടെ നിൽക്കാൻ പ്രത്യേക ഉത്സാഹമാണ് പല്ലവിക്ക്. അവന് ഓഫീസിൽ പോകാനുള്ളതെല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു. അടുക്കളയിലെ ജോലികളെല്ലാം പെട്ടെന്ന് തീർത്ത് അവളും ക്ലാസ്സിലേക്ക് പോകുന്നത് അവൻ്റെ കൂടെയാണ്. രണ്ടുപേരും ഒരുമിച്ചിറങ്ങുന്നത് കാണുമ്പോൾ തന്നെ മാധവിക്ക് കലി വരും. എങ്ങനെയെങ്കിലും അവൾ അവൻ്റെ കൂടെ കാറിൽ പോകുന്നത് നിർത്തണം, അതായിരുന്നു മാധവിയുടെ മനസ്സിൽ. ഒരു ദിവസം ജോലികളെല്ലാം പെട്ടെന്ന് തീർത്ത് പല്ലവി മുറിയിലേക്ക് ഓടി. പിന്നെ ഒരുങ്ങാൻ തുടങ്ങി. നീലയിൽ വെള്ളപ്പൂക്കളുള്ള മനോഹരമായ ഒരു ചുരിദാർ എടുത്തണിഞ്ഞു. മഹി ഇപ്പോൾ അവളെ യാതൊരു തരത്തിലും ഉപദ്രവിക്കാറില്ല. അതുകൊണ്ട് തന്നെ പല്ലവിക്ക് തൻ്റെ ഭർത്താവിനോട് സ്നേഹവും ബഹുമാനവുമായിരുന്നു. അവനോടൊരുമിച്ച് യാത്ര ചെയ്യുന്നതെല്ലാം അവൾ ഒത്തിരി ആസ്വദിച്ചിരുന്നു. അവൾ മുടിയെല്ലാം പിന്നിക്കെട്ടി ഒരു കുഞ്ഞു പൊട്ടെടുത്തണിഞ്ഞു. പിന്നെ വാച്ചെടുത്ത് കെട്ടി. വാച്ച് കെട്ടുമ്പോൾ മഹി പുറകിൽ നിന്ന് വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ഷോ മഹിയേട്ട വീട്, ഇപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകി, കൊഞ്ചാതെ വന്നേ, അവൾ കുസൃതിയിൽ പറഞ്ഞു. അവൻ അവളെ പിടിച്ച് തനിക്കഭിമുഖമായി നിർത്തി. പല്ലവി. അപ്പോഴാണ് താഴെ നിന്നും മാധവിയുടെ സ്വരം കേട്ടത്. അതൊരു അലർച്ച പോലെയാണ് പല്ലവിക്ക് തോന്നിയത്. എന്തിനാകും ഇങ്ങനെ ഒച്ചയെടുക്കുന്നത് അവൾ ഓർത്തു. മഹിയുടെ കൈയെടുത്തു മാറ്റിയ ശേഷം അവൾ താഴേക്ക് ഇറങ്ങിച്ചെന്നു. എന്താ അമ്മേ, അവൾ ചോദിച്ചു. നീ അടുക്കളയിൽ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? മാധവി നിന്ന് കത്തി. എന്താ അമ്മേ, എന്താണുണ്ടായത്? മഹിയും പിറകെ ഇറങ്ങി വന്നു. പല്ലവി വേഗം അടുക്കളയിൽ ചെന്ന് നോക്കി. അവൾ ആകെ ഒന്ന് ഞെട്ടിപ്പോയി. പാലെല്ലാം നിലത്ത് തൂവിക്കിടക്കുന്നു. പിന്നെ പാത്രങ്ങളെല്ലാം സിങ്കിലും കിടപ്പുണ്ട്. ഇതാണോടി നിന്റെ വൃത്തിയാക്കൽ? എന്തൊക്കെയാണ് നീ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? അവൾ ആകെ ഞെട്ടിപ്പോയി. താൻ എല്ലാം വൃത്തിയാക്കിയാണല്ലോ പുറത്തു പോയത്, അവൾ ഓർത്തു. മാധവിയുടെ ചിരിയിലുള്ള പുച്ഛം കണ്ടപ്പോൾ അത് മനഃപൂർവ്വം അവർ തന്നെ ചെയ്തതാണെന്ന് അവൾക്ക് മനസ്സിലായി. എന്തിനാ അമ്മേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അതും പറഞ്ഞ് അവൾ കരച്ചിലടക്കാനാകാതെ മഹിയെ നോക്കി. ഞാനൊന്നും ചെയ്തില്ല മഹിയേട്ട, അവൾ സങ്കടത്തോടെ പറഞ്ഞു. എന്തിനാണമ്മേ വെറുതെ ഓരോ പ്രശ്നമുണ്ടാക്കുന്നത്? അവൻ മാധവിയുടെ നേരെ തിരിഞ്ഞു. ഓ, ഇപ്പോൾ ഞാനായോ പ്രശ്നക്കാരി? തലയണ മന്ത്രത്തിന് ഇത്ര ശക്തിയോ? മാധവിക്ക് കലിയടക്കാനായില്ല. എന്താണിവിടെ പ്രശ്നം? അവരുടെ ഇടയിലേക്ക് ചോദ്യവുമായി കൃഷ്ണൻ കടന്നു വന്നു. പല്ലവി നടന്ന കാര്യങ്ങൾ അയാളോട് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എല്ലാം വൃത്തിയാക്കി വെച്ചിരുന്നു. പിന്നെ അമ്മയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ പോയി കഴിഞ്ഞ് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നെനിക്കറിയില്ല, അവൾ പുറം കൈകൊണ്ട് കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. മാധവി എന്തോ ചെയ്തിട്ടുണ്ടെന്ന് കൃഷ്ണന് തോന്നി. മോള് ചെല്ല്, ഇന്ന് ക്ലാസ്സില്ലേ, സമയം വൈകിപ്പിക്കണ്ട, അയാൾ പറഞ്ഞു. അടുക്കളയിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ മഹി മാധവിയെ ഒന്ന് നോക്കി. നീ വാ, ഞാൻ വണ്ടി എടുക്കട്ടെ, പിന്നെ പല്ലവിയോട് പറഞ്ഞു. അവൾ ബാഗ് എടുക്കാനായി മുറിയിലേക്ക് പോയി. വെറുതെ പ്രശ്നമുണ്ടാക്കി എന്തിനാ സ്വയം ചെറുതാകുന്നത്? കൃഷ്ണൻ മാധവിയോട് പരിഹാസപൂർവ്വം പറഞ്ഞു. അവൾ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുന്നത് നിനക്ക് ഇത്ര ദേഷ്യം എന്തിനാ? നീയാണ് ഇതെല്ലാം ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായി. വെറുമൊരു പരിഹാസപാത്രമായി മാറുന്നതിനേക്കാൾ ഭേദം. കൃഷ്ണൻ ഒന്ന് നിർത്തി. അയാൾ തൻ്റെ വാക്കുകൾ മുഴുമിപ്പിച്ചില്ല. അവരെ അങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ഗൗരിമോളെ ഞാൻ ഈ വീട്ടിലേക്ക് എൻ്റെ മരുമകളായി കൊണ്ടുവരും, നോക്കിക്കോ, വെല്ലുവിളിക്കുന്നത് പോലെ മാധവി പറഞ്ഞു. അവർ എന്തോ മനസ്സിലുറപ്പിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് തോന്നി. പല്ലവി ബാഗുമെടുത്ത് പുറത്ത് കടക്കാനൊരുങ്ങി. ഷോ, ടാഗ് മറന്നു. അവൾ വീണ്ടും മുറിയിലേക്ക് കയറി ടാഗ് എടുത്തണിഞ്ഞു. മഹി കാറുമായി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ ഉമ്മറത്തിരുന്ന് കൃഷ്ണനെ നോക്കി യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങി. ദിവസങ്ങളും മാസങ്ങളും അങ്ങനെ പെട്ടെന്ന് കടന്നുപോയി. പല്ലവിയുടെ എക്സാം ആയിരിക്കുന്നു. കമ്പ്യൂട്ടർ സെൻറ്ററിലേക്ക് അച്ഛൻ്റെ കൂടെ ഇന്നലെ പോയതുപോലെ തോന്നുന്നു. അവൾ എല്ലാം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സാം എല്ലാം നന്നായി എഴുതി. എക്സാം കഴിഞ്ഞ അവസാന ദിവസം സെൻഡ് ഓഫ് ആയിരുന്നു. എല്ലാവരും ഒരേപോലെയുള്ള സാരിയാണ് ഉടുത്തിരുന്നത്. മഹി രാവിലെ അവളെ കോളേജിൽ കൊണ്ടുവിട്ടു. പിന്നെ വൈകുന്നേരം വരെ ഓരോ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ സമയം ഒരുപാടായി. എല്ലാവരും പോകാനിറങ്ങി. അവളും സ്വാതിയും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അപ്പോഴാണ് നിരഞ്ജൻ സാറിൻ്റെ കാർ മുന്നിൽ വന്ന് നിന്നത്. ഞാൻ കൊണ്ടുചെന്ന് വിടാം, അയാൾ അവരോട് പറഞ്ഞു. ബസ്സൊക്കെ വന്ന് നിങ്ങൾ വീടെത്താൻ വൈകും, അയാൾ പറഞ്ഞു. മഹിയുടെ വീടിനടുത്താണ് നിരഞ്ജൻ സാറിൻ്റെ വീട്.
അത് പല്ലവിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ അവർ സംസാരിക്കാറുമുണ്ട്. സ്വാതി കൂടി നിർബന്ധിച്ചപ്പോൾ അവളും ഒന്നും ആലോചിക്കാതെ കാറിലേക്ക് കയറി. മാധവി സന്ധ്യാദീപം കൊളുത്തി ഉമ്മറത്തു തന്നെ നിൽപ്പുണ്ട്. ഗേറ്റിന് മുന്നിലായി ഒരു കാർ വന്ന് നിന്നതും ആരാവും അതെന്നറിയാൻ അവർ അങ്ങോട്ട് നോക്കി. നിരഞ്ജനെ അവർക്കറിയാം. അവൻ്റെ കാറെന്തിനാ ഇവിടെ നിർത്തിയത്? മാധവി മനസ്സിൽ വിചാരിച്ചു. അപ്പോഴാണ് കാറിൽ നിന്നും പല്ലവി ഇറങ്ങി വരുന്നത് അവർ ശ്രദ്ധിച്ചത്. അത് കണ്ടതും മാധവിയുടെ മുഖം ഇരുണ്ടു. ഉള്ളിൽ സന്തോഷത്തിൻ്റെ വേലിയേറ്റമുണ്ടായി. മഹിയോട് ഇനി ഇതെങ്ങനെ പറയണമെന്നവർ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് തീരുമാനിച്ചു. താൻ ഉദ്ദേശിച്ചിടത്ത് ഇനി കാര്യങ്ങൾ എത്തിക്കാം. കാറിൽ നിന്നും ഇറങ്ങി വരുന്ന പല്ലവിയെ അവർ പകയോടെ നോക്കി. ഉമ്മറത്ത് താൻ വരുന്നത് തന്നെ നോക്കി നിൽക്കുന്ന മാധവിയെ കണ്ടപ്പോൾ പല്ലവിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അമ്മേ, നേരം വൈകിയപ്പോൾ നിരഞ്ജൻ സാർ ആക്കിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും സ്വാതിയും സാറിൻ്റെ കൂടെ വന്നതാണ്. അവൾക്ക് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പഠിക്കാനെന്നും പറഞ്ഞ് നീ കണ്ടവൻ്റെ കൂടെ അഴിഞ്ഞാടി നടക്കുകയായിരുന്നല്ലേ? മാധവി തൻ്റെ ദേഷ്യം മുഴുവൻ പുറത്തെടുത്തു. മാധവി പറഞ്ഞത് കേട്ടതും വെള്ളിടി വെട്ടിയതുപോലെ പല്ലവി നിന്നുപോയി.